ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മണ്യേ വ അധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫല ഹേതുർഭൂമാദേ സങ്കോസ്ത കർമ്മണി. നിനക്ക് കർമ്മത്തിനേ അധികാരമുള്ളൂ, ഫലത്തിനില്ല. ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നീ കർമ്മം ചെയ്യരുത്. ഫലം കിട്ടുകയില്ല എന്ന പ്രതീക്ഷയിൽ കർമ്മം ചെയ്യാതിരിക്കുകയും അരുത്. ഇത് വളരെ പ്രധാനമാണ്. ഇതിൽ 4 പോയിൻ്റാണ്. 1, നിനക്ക് കർമ്മത്തിനേ അധികാരമുള്ളൂ. 2, ഫലത്തിനില്ല. 3, ഫലമിച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത്. 4, ഫലം കിട്ടുകയില്ല എന്ന പ്രതീക്ഷയിൽ കർമ്മം ചെയ്യാതിരിക്കുകയുമരുത്. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ സാധിക്കുമോ? ഭഗവാന്റെ കാര്യത്തിലാണെങ്കിൽ ശരിയാണ്. ഭഗവാൻ ആരാണ്? പ്രകൃതിക്ക് അതീതനാണ്. നമ്മളോ പ്രകൃതിക്ക് അധീനരുമാണ്. അങ്ങനെയുള്ള നമുക്ക് പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ രജോ ഗുണത്തിൽ നിന്നല്ലേ ആഗ്രഹമുണ്ടാവുക, അതായത് ആസക്തി ഉണ്ടാവുക. ആസക്തിയിൽ നിന്നല്ലേ കർമ്മമുണ്ടാവുക. ആസക്തിയും കർമ്മവും രജോ ഗുണത്തിൻ്റെ 2 വശങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യാൻ ആർക്ക് കഴിയും? ഇതൊരു ചോദ്യമാണ്. ദയവായി ഈ ചോദ്യത്തിന് ഉത്തരം കമൻ്റായി നിങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. എല്ലാവർക്കും നമസ്തേ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവർ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണേ. നമസ്കാരം.